ചെയ്യേണ്ട ആവശ്യം ഇവരുടെയൊക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രൊപ്പഗണ്ടയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡയബറ്റിസ് എന്ന ഒരു രോഗത്തെ ഇത്ര വലിയ മാറാ രോഗമാക്കി മാറ്റാനും വെറും 2-3 മാസം കൊണ്ട് ഡയറ്റ് കൊണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഈ അസുഖത്തെ ഇത്ര വലിയ വില്ലനാക്കുന്നത് ആരുടെ ഒരു അജണ്ടയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊന്ന് ആലോചിച്ചാൽ മതി. നാച്ചുറലായിട്ട് കാലാകാലങ്ങളായിട്ട് മനുഷ്യർ കഴിച്ചുകൊണ്ടിരുന്ന ഈ ഫുഡ് ഐറ്റംസിനെ വില്ലനാക്കുകയും ഇതേപോലത്തെ GLP-1 മരുന്നുകളെ പ്രൊമോട്ട് ചെയ്യാനും എത്രത്തോളം പ്രൊപ്പഗണ്ട നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഞാൻ ഡോക്ടേഴ്സിനെ അല്ല കുറ്റം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 99% വരുന്ന ഡോക്ടേഴ്സ് ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സാണ്. പക്ഷേ അവർ പോലും അറിയാതെ ഫാർമ കമ്പനികളുടെ ഒരു അഡ്വർടൈസിങ് പപ്പറ്റ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർ റിസർച്ച് ചെയ്യാനോ എന്താണ് അവർ പറയുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ മരുന്നുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അവർ ചിന്തിക്കുന്നില്ല. ഇത് മാത്രമാണ് സൊല്യൂഷൻ എന്നുള്ള ഒരു അജണ്ടയിൽ പ്രൊപ്പഗണ്ടയാണ് ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഞാൻ വോയിസ് ഉയർത്തുന്നത്. ഇന്നത്തെ കാലത്തും ഈ മോഡേൺ എറയിലായാലും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡയറ്റ് ഒട്ടുമിക്ക ആൾക്കാരും ഭൂരിഭാഗം വരുന്ന ആൾക്കാർ ഫോളോ ചെയ്ത് വന്നാൽ ഒരു 80-90% വരുന്ന വലിയ വലിയ ബിസിനസ്സുകൾ, എസ്പെഷ്യലി മൾട്ടി ബില്യൺ ബിസിനസ്സുകളായ ഷുഗർ ഇൻഡസ്ട്രീസ് മുതൽ ഡ്രഗ് ഇൻഡസ്ട്രീസൊക്കെ തകർന്നടിഞ്ഞ് നിലംപൊത്തും. അപ്പോൾ ഈ ഡയറ്റിനെ ചെറുക്കാൻ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യേണ്ട ആവശ്യം ഇവരുടെയൊക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രൊപ്പഗണ്ടയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡയബറ്റിസ് എന്ന ഒരു രോഗത്തെ ഇത്ര വലിയ മാറാ രോഗമാക്കി മാറ്റാനും വെറും 2-3 മാസം കൊണ്ട് ഡയറ്റ് കൊണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഈ അസുഖത്തെ ഇത്ര വലിയ വില്ലനാക്കുന്നത് ആരുടെ ഒരു അജണ്ടയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.